ശരീരത്തിൽ ഈ ജന്മനാ കൊടുത്തിരിക്കുന്ന ഈ യന്ത്രം എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. അതിനെ നിഷ്ക്രിയമാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്നും പറഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് അവനെ തൂക്കിക്കൊല്ലലല്ല ഞങ്ങളുടെ ആവശ്യം. വിടരുത്, ഇവിടെ ഒരുത്തനെയും വിടരുത്. ഓരോ പെണ്ണും നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. ഇത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ മാത്രം പ്രതിഷേധ സ്വരമല്ല. അക്രമത്തിനിരയായ പ്രമുഖ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്നലെ മാനവീയം വീഥിയിൽ എത്തിച്ചേർന്ന ഓരോ കലാകാരന്റെയും സ്വരമാണ്. നിരവധി സീരിയൽ സിനിമാ പ്രവർത്തകരാണ് പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ചമയങ്ങൾ അഴിച്ചുവെച്ചെത്തിയ ഓരോ കലാകാരന്മാർക്കും പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം: കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണം. യുവനടിയെ ആക്രമിച്ചവർക്ക് ലഭിക്കുന്ന ശിക്ഷ മറ്റുള്ളവർക്ക് പാഠമായിരിക്കണം. ഇവനെയൊക്കെ പിടിച്ച് കാസ്ട്രേറ്റ് ചെയ്യണം. ഇവന് തലമുറ ഉണ്ടാവരുത്. ഇവന്റെ അടുത്ത തലമുറ പോലും മനുഷ്യനെതിരായിട്ട്, മനുഷ്യ രാശിക്കെതിരായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇവൻ അടുത്ത തലമുറ പോലും ഉണ്ടാകരുത്. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണ്ട, അറ്റ്ലീസ്റ്റ് അപമാനിക്കാതിരുന്നൂടെ? ഇന്ന് ഈ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഓരോ പുരുഷനും ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നത്. നിയമത്തിന്റെ മുമ്പിൽ നിന്നൊക്കെ അവൻ കഴിയുന്ന വേഗം രക്ഷപ്പെടും. കാരണം അങ്ങനെ രക്ഷപ്പെട്ടു വന്നാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരിക്കലും അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് പിന്നാലെയാണ് തിരുവനന്തപുരത്തും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തങ്ങളുടെ സഹോദരിക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാൻ തന്നെയാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.